പ്രൈസ് ദി ലോർഡ്. ദൈവനാമം ഉണ്ടായിരിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ ഇങ്ങനെ ഈ വർഷത്തിന്റെ അവസാന നിമിഷത്തിൽ ഇങ്ങനെ ഒരു അവസരം എനിക്ക് ഒരുക്കി തന്നതിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. പ്രിയ സിസ്റ്ററോടുള്ള നന്ദി ഇത്തരത്തിൽ അറിയിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിചാരിച്ചായിരുന്നു ഈ വർഷം ആദ്യം മുതൽ ഈ ദിനം വരെ ഇങ്ങനെ ഞാൻ എല്ലാ മീറ്റിങ്ങിലും ജോയിൻ ചെയ്യുന്ന ഇതുവരെ ഒരു അവസരം ഒന്നും കിട്ടിയില്ല. കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ടൈം ആയപ്പോഴിങ്ങനെ ആൻറ്റി ചോദിച്ചു, അങ്ങനെ അവസരം കിട്ടി. ഇത് ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് ആൻറ്റി എന്നോട് ചോദിച്ചത്. ഓക്കെ, കിട്ടിയ സന്ദർഭം ഹല്ലേലൂയ തക്കത്തിൽ ഉപയോഗിക്കാൻ പറഞ്ഞ പോലെ. അപ്പൻ ഹല്ലേലൂയ ദൈവസന്നിധി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ദൈവം എത്ര അത്ഭുതകരമായിട്ടായി 2025 നടത്തിയത്. ഹല്ലേലൂയ. എല്ലാത്തിനും നന്ദി പറയുന്നു. പ്രിയ സൂസൻ സിസ്റ്ററുടെയും ജെസി ആൻറ്റിയുടെ, ലില്യാൻറ്റിയുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഹല്ലേലൂയ ദൈവം അത്ഭുതകരമാണ് കാര്യങ്ങൾ ഓരോന്നും നടത്തി തരുന്നു. നമുക്കെല്ലാം പറയുവാൻ സാക്ഷ്യങ്ങളുണ്ട്. ദൈവത്തിന്റെ കൃപ, ആ കരുണ ഒന്ന് മാത്രമാ. പ്രിയ പൈതലിന്റെ വിവാഹത്തിന്റെ വിഷയത്തിൽ ഹല്ലേലൂയ ഈ ജനുവരി 26 പ്രിയ പൈതലിന്റെ വിവാഹം അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. എല്ലാവരുടെയും പ്രാർത്ഥന കൂടെ ഇരുന്നു. ജനുവരി 13 എൻഗേജ്മെന്റിന് പ്രിയ സൂസൻ ആൻറ്റി ഹല്ലേലൂയ അവിടെ നാട്ടിൽ കടന്നു വരുവാൻ ഇടയായി. അതൊക്കെ വലിയ ഒരു സന്തോഷമാണ്. നമ്മുടെ ആ ഒരു ദൈവ സ്നേഹത്തിൽ അതെല്ലാം നടന്നത്. എല്ലാത്തിനും നന്ദി പറയുക. ഹല്ലേലൂയ. കർത്താവിന്റെ ആ സ്നേഹം ഓർക്കുമ്പോൾ, നമ്മളെ ഇത്രത്തോളം ദൈവം നടത്തിയ ആ വഴികളെ ഓർക്കുമ്പോൾ അപ്പന് നന്ദി പറയാതിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ പൈതലും ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഡ്യൂ ഡേറ്റിന്റെ സമയങ്ങൾ അടുത്തു വരുന്നു. അതായത് ജനുവരി 5 മുതൽ 12 വരെയുള്ള ഡേറ്റ് അങ്ങനെയാ പറഞ്ഞേക്കുന്നെ. ദൈവ സാന്നിധ്യം കൂടെ ഇരിക്കുവാൻ ദൈവമക്കളുടെ പ്രാർത്ഥന ചോദിക്കുന്നു. ഇതുവരെയും എനിക്ക് കടന്നുപോകാനുള്ള വിസയുടെ കാര്യങ്ങളൊന്നും ആയില്ലെങ്കിലും അപ്പൻ നമ്മളോട് കൂടെ ഉണ്ട്. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളുവീൻ. ഹല്ലേലൂയ. എല്ലാ കാര്യങ്ങളും അപ്പന്റെ കരത്തിൽ വെച്ചിരിക്കുക. നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ ഓരോ മെമ്പേഴ്സിനെ കർത്താപ്പച്ചന് അവിടങ്ങളായി ഓരോരുത്തർക്കും ഒരുക്കും. ഹല്ലേലൂയ. ഞാൻ അത് മാത്രമാ പറയുന്നത്. എപ്പോഴും കുഞ്ഞു വിളിക്കുമ്പോഴെല്ലാം പറയും കർത്താപ്പച്ചൻ കൂടെയുണ്ട്. അത് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. വീണ്ടും അവർ ശ്രമിക്കുന്നുണ്ട് വിസയുടെ വിഷയത്തിന് വേണ്ടി. ദൈവകരത്തിലേക്ക് ആ വിഷയമെല്ലാം ഏറ്റെടുത്ത് വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെഴുതിയ ലേഖനം ഹല്ലേലൂയ 5-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ. എഫെസ്യർ 5:15-16. ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവിൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. പ്രിയ പൈതങ്ങൾ, ദൈവമക്കളെ നോക്കൂ. ഹല്ലേലൂയ. ഒരു ദൈവ പൈതൽ സൂക്ഷ്മത്തോടെ നടക്കുകയും ഹല്ലേലൂയ ജ്ഞാനികളായിരിക്കുകയും വേണമെന്നാണ് അപ്പോസ്തലനായ പൗലോസ് നമ്മോട് പറയുന്നത്. അതായത് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ ഹല്ലേലൂയ കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ ഈ ലേഖനം എഴുതുമ്പോഴും നമ്മളോട് പറയുകയാണ് ഹല്ലേലൂയ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് വേണം നമ്മൾ നടക്കുവാൻ. ഈ ദിനങ്ങളിൽ ഹല്ലേലൂയ ഒരു ദൈവ പൈതലിനെ ജ്ഞാനം കൊടുക്കുന്നത് അപ്പനാ. ഹല്ലേലൂയ. എന്നിട്ട് പറയുന്നുണ്ട് ജ്ഞാനിക്ക് കാലത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. പറയുക ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. പ്രിയ മക്കളെ ഹല്ലേലൂയ വല്ലാത്ത ലോകത്തിലൂടെ ഇന്ന് നമ്മൾ കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ സമയം തക്കത്തിൽ ഉപയോഗിച്ച് നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. എല്ലായിടത്തും ഈ നാളുകളിൽ അപ്പന്റെ വചനം പറയുവാൻ കഴിയാതിരിക്കുമ്പോൾ ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ സൂക്ഷ്മത്തോടെ ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യണമെന്നാണ് അപ്പൻ നമ്മളെ ഹല്ലേലൂയ ഇവിടെ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. നോക്കൂ, ജ്ഞാനികൾക്ക് തെറ്റുകളെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. ഈ ദിനങ്ങളിൽ നമ്മൾ തെറ്റും ശരിയും മനസ്സിലാക്കി നമ്മുടെ ഓട്ടം ഹല്ലേലൂയ നമ്മുടെ പാത മുന്നോട്ട് കൊണ്ടുപോകണം. എല്ലായിടത്തും കർത്താവിന്റെ വചനം പറയാൻ കഴിയുന്നില്ല. നോക്കൂ, ഇപ്പോൾ ക്രിസ്മസിന്റെ സമയമാ. ഹല്ലേലൂയ. എന്നാൽ എവിടെയും ദൈവത്തിന്റെ വചനം പറയാൻ കഴിയുന്നില്ല. ഇന്ന് ഛത്തീസ്ഗഡിലെ, ബീഹാറിലെ, യുപിയിലൊക്കെ നമുക്കറിയാം ഹല്ലേലൂയ ക്രിസ്മസിന്റെ പ്രോഗ്രാം നടത്തുമ്പോൾ പോലും ഹല്ലേലൂയ
ഹല്ലേലൂയ അവിടെ ചെന്ന് അതൊക്കെ നൃത്തം ചെയ്യുവാൻ വേണ്ടി ഹല്ലേലൂയ ഓരോരുത്തരും നോക്കുക. പ്രിയ മക്കളെ, നമുക്ക് ദൈവത്തിന്റെ ഹല്ലേലൂയ സന്നിധിയിൽ ഉറപ്പോട് നിൽക്കാം. കർത്താപ്പച്ചൻ അറിയാതെയല്ല നമ്മെ ഓരോരുത്തരെയും നടത്തുന്നത്. അപ്പൻ അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും കടന്നു വരില്ല. ഹല്ലേലൂയ. ഇത് ദുഷ്കാലമാണ്. ഒരു ജ്ഞാനിക്കാണ് കാലത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ജ്ഞാനികൾ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജ്ഞാനികൾ എപ്പോഴും പാട്ടുകൾ പാടി സ്തുതിസ്തോത്രങ്ങൾ അർപ്പിച്ച് ദൈവസന്നിധിയിലായിത്തീരുന്നു. ഹല്ലേലൂയ. താഴോട്ടുള്ള വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നോക്കൂ, ജ്ഞാനി ദൈവത്തിന് പ്രസാദമുള്ളത് ചെയ്യുകയും മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമായി തീരുകയും ചെയ്യും. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് മാത്രമേ മറ്റുള്ളവരുടെ മുന്നിൽ അപ്പനെ കുറിച്ച് പറയുവാൻ, ദൈവിക ജ്ഞാനത്തോടെ പ്രസ്താവിക്കുവാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. നോക്കൂ, സഭാപ്രസംഗി 2-ാം അധ്യായം 26-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തനിക്ക് പ്രസാദമുള്ള മനുഷ്യന് അവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. ഹല്ലേലൂയ. ദൈവപ്രസാദമുള്ള കർത്താപ്പച്ചനെ അറിയുന്ന കർത്താപ്പച്ചന്റെ മക്കൾക്കാണ് അപ്പൻ ഹല്ലേലൂയ ജ്ഞാനം കൊടുക്കുന്നത്, അറിവ് കൊടുക്കുന്നത്, സന്തോഷം കൊടുക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമുക്കറിയാമല്ലോ, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഹല്ലേലൂയ സന്തോഷവും സമാധാനവും പലരുടെയും ഭവനത്തിൽ ഹല്ലേലൂയ ലഭിക്കുന്നില്ല. പക്ഷെ ഒരു ദൈവ പൈതലിന്റെ ഭവനത്തിൽ ഒന്നുമില്ലെങ്കിലും അവർ സമാധാനത്തോടെ സന്തോഷത്തോടെ ആയിത്തീരുന്നു നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്തുകൊണ്ടാ? അപ്പന്റെ മക്കളെ അപ്പൻ സമാധാനത്തോടാ നയിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നു പറഞ്ഞ കർത്താവിന്റെ ആ സാന്നിധ്യമാ നമ്മൾ ഓരോരുത്തരും ദിനം തോറും അനുഭവിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തതായിട്ട് എന്താ? ജ്ഞാനി എന്താ? ദൈവഹിതം തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഇഷ്ടം ഗ്രഹിച്ച് അവിടെ മനസ്സിലാക്കിയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആ സങ്കീർത്തനം 14:2 പറയുന്നുണ്ടല്ലോ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? ഇന്ന് നമ്മൾ ഹല്ലേലൂയ നമ്മുടെ അപ്പൻ സ്വർഗത്തിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ സഭയിൽ കൂടി വരുന്നെങ്കിലും ഹല്ലേലൂയ എല്ലാ കൂട്ടത്തിലും എല്ലാ പ്രാർത്ഥനയിലും കടന്നു പോകുന്നെങ്കിലും ഹല്ലേലൂയ സ്വർഗത്തിൽ നിന്ന് അപ്പൻ നോക്കുക. ഹല്ലേലൂയ. എന്താ? ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ? പല വിധത്തിലും ഹല്ലേലൂയ ബുദ്ധി ഹല്ലേലൂയ ഉപയോഗിച്ച് പല കാര്യങ്ങളും പലരും ചെയ്യും. ഹല്ലേലൂയ. കർത്താവിന്റെ ഗീതത്തിനനുസരിച്ചാണോ, അപ്പന് വേണ്ടിയുള്ള ഹല്ലേലൂയ ആ ഗീതം മനസ്സിലാക്കിയാണോ നമ്മൾ മുന്നോട്ട് പോകുന്നത്? അപ്പൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നാം അത് മനസ്സിലാക്കണം. ഹല്ലേലൂയ. ദൈവത്തെ അറിയുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് അപ്പൻ നോക്കുമ്പോൾ, നമ്മെ ഓരോരുത്തരും തുറിച്ചു നോക്കുമ്പോൾ നാം എങ്ങനെയായിരിക്കണം? അപ്പന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് നോക്കൂ, ജ്ഞാനി എന്താണ്? ആത്മനിറവിലുള്ള ജീവിതത്തിലേക്ക് മാറുന്നു. അതായത് നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമായി തീരുന്നു. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന് മാത്രമേ ദുഃഖത്തിൽ ഇരിക്കുന്ന മക്കളുടെ അടുക്കൽ ചെന്ന്, അല്ലെങ്കിൽ രോഗത്തിൽ ഹല്ലേലൂയ ഇരിക്കുന്ന മക്കളുടെ അടുക്കൽ ചെന്ന് ഒരു ആശ്വാസ വാക്ക് പറഞ്ഞ്, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ച് അവർക്ക് ഹല്ലേലൂയ ഒരു ആശ്വാസം പറഞ്ഞിട്ട് കടന്നു വരുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. ജ്ഞാനികൾക്ക് മാത്രമാണ് ഇതെല്ലാം കഴിയുന്നത്. പ്രിയ മക്കളെ, അല്ലാത്തവർ ചെല്ലുമ്പോ എന്താ? ഒരു രോഗത്തിന്റെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ അവരോട് പറയും, ഇന്ന രോഗം ബാധിച്ച ഇന്ന ഹല്ലേലൂയ ഈ സമയമായപ്പോഴത്തേക്ക് മരിച്ചുപോയെന്നൊക്കെ പറഞ്ഞ് അതുപോലെ അവരെ ഭാരപ്പെടുത്തിയിട്ട് കടന്നു വരും. പക്ഷേ ദൈവീയ ജ്ഞാനം പ്രാപിച്ച ഒരു ദൈവ പൈതൽ എന്താ? അവരോട് പറയും, ഈ രോഗത്തിന് സൗഖ്യം അപ്പൻ തരും, അപ്പനാൽ കഴിയാത്ത ഒന്നുമില്ല എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അവർ കടന്നു വരും. പ്രിയ മക്കളെ, അപ്പൻ നമുക്ക് ജ്ഞാനവും വിവേകവും ഒക്കെ തന്നിരിക്കുന്ന എന്താ? ഹല്ലേലൂയ. ഈ ദിനങ്ങളിൽ മറ്റുള്ളവരുടെ മുന്നിൽ കർത്താപ്പച്ചനെ ഉയർത്തുവാൻ വേണ്ടിയാ. അപ്പന്റെ സാന്നിധ്യം മറ്റുള്ളവരുടെ മുന്നിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാ അപ്പൻ നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. ജ്ഞാനം തന്നത് ഈ ദിനങ്ങളിൽ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. എഫെസ്യർക്ക് ലേഖനം 6:19-20 വാക്യത്തിൽ പറയുന്നുണ്ട്, ഞാൻ ചങ്ങല ധരിച്ച്
സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിന്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എന്റെ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പിൻ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവദാസന്മാർക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി അപ്പന്റെ വചനം പറയുന്ന വിവിധ നിലകളിൽ കർത്താവിനെ ഘോഷിക്കുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിപ്പാൻ കടമപ്പെട്ടവരാ. ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, അനേക ദൈവദാസന്മാർ വളരെയധികം ബുദ്ധിമുട്ടിലൂടെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കടന്നു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം. ഇവിടെ പറഞ്ഞു എന്താണ്? ഹല്ലേലൂയ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ട വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോട് സംസാരിക്കേണ്ടതിനും നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രിയ ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയില്ലാതെ നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുത്തെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥനയാകുന്ന മതിൽക്കെട്ട് ഹല്ലേലൂയ നാം കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ പാർക്കുന്നതായ ഹല്ലേലൂയ മഹാരാഷ്ട്രയിൽ പോലും ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ വേണ്ട പോലെ വചനം പറയുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ ഞങ്ങളുടെ തൊട്ടടുത്ത പ്രദേശങ്ങളിൽ വരെ ഹല്ലേലൂയ ആരാധന നടന്നപ്പോൾ അവിടെ ഹല്ലേലൂയ ദേവദാസന്മാരെ ഉപദ്രവിക്കുവാൻ ആൾക്കാർ കടന്നു വന്നു. പ്രിയ മക്കളെ, കിട്ടുന്ന സമയങ്ങൾ തക്കത്തിൽ ഉപയോഗിക്കുന്നവരായി തീരണം. അപ്പൻ നമുക്ക് തന്നത് ഹല്ലേലൂയ, നമ്മെ വിളിച്ചത് ഹല്ലേലൂയ അപ്പന്റെ നാമത്തെ ഘോഷിക്കുവാനാ. ഹല്ലേലൂയ. ആകയാൽ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ട് തന്നെ നടക്കുവാൻ നോക്കുവിൻ. ഹല്ലേലൂയ. നാം എങ്ങനെയെല്ലാം ജ്ഞാനികളായിട്ട് ഇനി നടക്കണമെന്നുള്ളത് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. എഫെസ്യർ ലേഖനം തന്നെ 4-ാം അധ്യായം 1 മുതലുള്ള വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ, വിളിക്ക് യോഗ്യമാവണ്ണം വേണം നമ്മൾ നടക്കുവാൻ. ഇവിടെ പറയുന്നുണ്ട്, നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തെ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവീൻ. ഹല്ലേലൂയ. പ്രിയ മക്കളെ നോക്കൂ, ഉത്തരവാദിത്വത്തോടെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് വിശ്വസ്തത പുലർത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം സ്ഥാനമോഹങ്ങൾക്ക് വേണ്ടി പലതും ചെയ്തു കൂട്ടുന്നത്. ഹല്ലേലൂയ. ഇവിടെ പറയുക ഉത്തരവാദിത്വത്തോടെ ഹല്ലേലൂയ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മൾ വിശ്വസ്തതയുള്ളവരായി തീരണം. കർത്താവിന്റെ സന്നിധിയിൽ വിശ്വസ്തതയുള്ളവരെയാ കർത്താപ്പച്ചൻ പലതും ഏൽപ്പിക്കുന്നത്. ഹല്ലേലൂയ. ജ്ഞാനി തന്റെ നടപ്പ് സൂക്ഷിക്കണം. ഹല്ലേലൂയ. ദൈവവചനം പറയുന്നത് അനുസരിച്ച് നടക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞു നോക്കെ, ആത്മാവിന്റെ ഐക്യതയിൽ നമ്മൾ നടക്കണം. ഈ ദിവസങ്ങളിൽ ഐക്യതയില്ലാത്തോണ്ടാ പല വിധത്തിൽ ഹല്ലേലൂയ സഭയിൽ തന്നെ പ്രയാസങ്ങൾ ദൈവമക്കൾ അനുഭവിക്കുന്നത്. ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ ഒരു വിടുതൽ നടക്കുകയുള്ളൂ. ഹല്ലേലൂയ. പണ്ട് കാലങ്ങളിൽ നമുക്കറിയാമല്ലോ, കർത്താവിന്റെ ദാസന്മാർ ഹല്ലേലൂയ കൂടി വരുന്നിടത്ത് വിടുതലുണ്ടായിരുന്നു. ദൈവമക്കൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് വിടുതലുണ്ടായിരുന്നു. ഇന്ന് എന്തുകൊണ്ട് നടക്കുന്നില്ല? ഇന്ന് പ്രാർത്ഥനയുണ്ട്, പാട്ടുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷേ ദൈവിക വിടുതൽ നടക്കുന്നുണ്ടോ? പ്രിയ മക്കളെ, ഐക്യതയില്ല. എല്ലാവരും കൂടെ ഇരിക്കുന്ന ജീവിതം പോലും നമുക്ക് മിണ്ടുവാൻ കഴിയുന്നില്ല. നമ്മുടെ ഉള്ള ഹല്ലേലൂയ പറയുവാൻ കഴിയുന്നില്ല. പ്രിയ മക്കളെ, ആത്മാവിന്റെ ഐക്യത കാത്തു സൂക്ഷിക്കുന്നവരായിരിക്കണം ഒരു ജ്ഞാനി. ഹല്ലേലൂയ. നോക്കൂ, സത്യത്തിൽ വിശ്വസിക്കേ ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്ക് മാത്രമേ ആത്മാവിന്റെ ഐക്യത കാത്തു സൂക്ഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഈ ദിവസങ്ങളിൽ അപ്പന്റെ മക്കളാകുന്ന നമ്മൾക്ക് ഐക്യത കാത്തു സൂക്ഷിച്ച് ദൈവിക വിടുതലിന് വേണ്ടി നമുക്ക് ഹല്ലേലൂയ പ്രാർത്ഥിക്കാം. നമുക്കറിയാമല്ലോ, പത്രോസിനെ ഹല്ലേലൂയ കാരാഗ്രഹത്തിലൊക്കെ അടച്ചപ്പോൾ അവിടെ ഐക്യതയോടെ ദൈവജനങ്ങൾ പ്രാർത്ഥിച്ചപ്പോഴാ വിടുതൽ നടന്നത്. ഈ ദിവസങ്ങളിൽ പ്രിയ മക്കളെ, ഒരു വിടുതൽ നടക്കണമെങ്കിൽ ഐക്യത ഉണ്ടായിരിക്കണം. നമ്മുടെ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലായിരിക്കുന്ന ജീവിതങ്ങളും ഹല്ലേലൂയ ഐക്യതയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് വിടുതൽ കാണുവാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ പല വിഷയങ്ങൾക്ക് നമുക്ക് മറുപടി കിട്ടിയത്. ഹല്ലേലൂയ. രാവിലക്കാർ ഹല്ലേലൂയ പ്രിയ ഹല്ലേലൂയ ജസിയാന്റെയും ലില്ലിയാന്റെയും ഒക്കെ
ഹല്ലേലൂയ പ്രാർത്ഥിക്കുക. നമുക്ക് വേണ്ടി എല്ലാ വിഷയങ്ങളും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ഒരു ഐക്യതയോടെ പ്രാർത്ഥിക്കുക. അവരുടെ വിഷയത്തിന് വേണ്ടിയല്ല പ്രാർത്ഥിക്കുന്നത്, മറ്റുള്ളവരുടെ വിഷയത്തിന് വേണ്ടി. പ്രിയ മക്കളെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ വിടുതൽ നടക്കണം. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഐക്യത നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവരായി ഹല്ലേലൂയ സാധിക്കണം. ഹല്ലേലൂയ ആത്മീയമായിട്ടുള്ള ഐക്യത കാത്തുകൊള്ളുവാൻ എന്താ ഹല്ലേലൂയ ഒരു ദൈവിക പൈതലിന് മാത്രമേ കഴിയുകയുള്ളൂ. ജഡീക ചിന്തകൾ ഹല്ലേലൂയ നിരൂപിച്ച് നടക്കുന്ന ഒരു വ്യക്തിക്കും ഹല്ലേലൂയ ആത്മീയ വിടുതൽ അനുഭവിപ്പാൻ ഇടയാകുകയല്ല. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ നമ്മൾ വിളിക്ക് യോഗ്യമാവണ്ണം നടക്കുന്നവരായിരിക്കണം. അടുത്തതായിട്ട് നോക്കൂ, നമ്മൾ അനുകരിക്കുന്നവരായിരിക്കണം. 5:1 പറയുന്നുണ്ടല്ലോ, ആകയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പീൻ. പ്രിയ മക്കളെ ഹല്ലേലൂയ നമ്മൾ എന്താ പ്രിയ മക്കൾ എന്ന പോലെ സ്നേഹത്തിൽ നടക്കുന്നവരായി അപ്പന്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ ക്രിസ്തുയേശുവിലുള്ള സ്വഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് പറയുന്നുണ്ടല്ലോ, ഈ ദിനങ്ങളിൽ അപ്പന്റെ സ്വഭാവം നമ്മളിൽ ഉള്ളപ്പോൾ ഹല്ലേലൂയ നമ്മൾ അപ്പനെ അനുകരിച്ചു വേണം നടക്കുവാൻ. അപ്പന്റെ സാന്നിധ്യം അനുഭവിച്ച് അപ്പനിലുള്ള സ്നേഹം മനസ്സിലാക്കി നാം ഓരോരുത്തരും നടക്കണം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്കറിയാം, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 13 അധ്യായത്തിൽ നമുക്കറിയാമല്ലോ ഹല്ലേലൂയ സ്നേഹത്തിന്റെ വലിയൊരു പട്ടിക. ഹല്ലേലൂയ സ്നേഹം എങ്ങനെയൊക്കെയാ, സ്നേഹം എന്തൊക്കെയാ ചെയ്യുന്നത് ഹല്ലേലൂയ അവസാനം പറയുന്നുണ്ട്, ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ 3 നിലനിൽക്കും, ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ഹല്ലേലൂയ പ്രിയ മക്കളെ, സ്നേഹമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവമക്കളാകുന്ന നമുക്കും മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഹല്ലേലൂയ സ്നേഹത്തിൽ കൂടി മാത്രം. ഹല്ലേലൂയ ആ ദൈവത്തിന്റെ സ്നേഹം ദൈവ സ്നേഹമാകുന്നു. ഹല്ലേലൂയ ആ ദൈവിക സ്നേഹം നമ്മളിൽ ഉണ്ടായിരിക്കട്ടെ പ്രിയ മക്കളെ. ഹല്ലേലൂയ നമ്മൾ അടുത്തതായിട്ട് നോക്കൂ, വെളിച്ചത്തിലുള്ളവരായിരിക്കണം. 5:9 വാക്യത്തിൽ പറയുന്നുണ്ട്, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവിന് പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ തന്നെ നടപ്പിൻ. ഹല്ലേലൂയ നോക്കൂ പ്രിയ മക്കളെ, നമ്മൾ ഇരുട്ടിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്ന ആ അപ്പന്റെ സ്നേഹത്തിൽ ഹല്ലേലൂയ നമ്മൾ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായി മറ്റുള്ളവർക്ക് നമ്മൾ ഒരു വെളിച്ചം. യേശുപ്പൻ പറഞ്ഞല്ലോ, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാ, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാ. നമ്മൾ ഓരോരുത്തരും ഹല്ലേലൂയ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുമ്പോൾ ഇരുട്ടിൽ നിന്ന് നമ്മളെ എന്തിനാ കൊണ്ടുവന്ന്? നിങ്ങൾ വെളിച്ചത്തിൽ നടക്കുന്നവരായിരിക്കണം. ഈ ദിവസങ്ങളിൽ നമ്മള് വെളിച്ചത്തിൽ നടക്കുന്നവരായി കർത്താവിനെ ഹല്ലേലൂയ ശുശ്രൂഷിച്ച് അപ്പന്റെ മക്കളാക്കി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി. നോക്കൂ, നമുക്ക് ഗലാത്യ ലേഖനത്തിൽ അറിയാമല്ലോ, ആത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. ആ സ്നേഹം ഹല്ലേലൂയ സന്തോഷവും സമാധാനം എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അത് നമ്മൾ മാത്രമല്ല അനുഭവിക്കേണ്ടത്, നമ്മളോടൊപ്പമുള്ളവർ. ഹല്ലേലൂയ എല്ലാവരും നമ്മളുടെ വിശ്വാസികളാകണമെന്നില്ല, നമ്മളോട് കൂടെ നടക്കുന്ന ജീവിതങ്ങളെല്ലാം ഹല്ലേലൂയ വിശ്വാസ കൂട്ടത്തിലുള്ളവരല്ല പ്രിയ മക്കളെ. പക്ഷേ നമ്മളെ വിളിച്ചിരിക്കുന്നത് ആ അന്ധകാരത്തിൽ നിന്ന് നമ്മളെ വിളിച്ചിരിക്കുമ്പോൾ, നമ്മളെ അത്ഭുത പ്രകാശത്തിലേക്ക് നമ്മെ കൊണ്ടുവന്നപ്പോൾ നമ്മൾ വെളിച്ചം പകർന്നു കൊടുക്കുന്നവരായിരിക്കണം. നമ്മൾ മറ്റുള്ളവർക്ക് മാതൃകയുള്ളവരായി. എന്നിട്ട് നമ്മൾ ആ ഇരുട്ടിന്റെ അനുഭവത്തിൽ പിന്നെ നിങ്ങൾ പോകരുത്. പറയുക, മുമ്പേ നിങ്ങൾ ഇരുട്ടിലുള്ളവരായിരുന്നു, ഇപ്പോഴോ നിങ്ങൾ വെളിച്ചത്തിന്റെ മക്കളാ. അപ്പൻ അതാ ആഗ്രഹിക്കും, നമ്മൾ എപ്പോഴും വെളിച്ചത്തിന്റെ മക്കളായി തന്നെ മുന്നേറണമെന്ന അപ്പന്റെ ആഗ്രഹം. അത് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ പ്രിയ മക്കളെ. ഈ ദിവസങ്ങളിൽ നമ്മള് അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് തന്നെ നമ്മൾ നടക്കണം. ഹല്ലേലൂയ ഇവിടെ പറയുന്നെന്താ? വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം, അനുകരിക്കുന്നവരായിരിക്കണം, വെളിച്ചത്തിലുള്ളവരായിരിക്കണം. ഹല്ലേലൂയ അടുത്തതായിട്ട് എന്താണ്? ഹല്ലേലൂയ നമ്മൾ കീഴ്പ്പെടുന്നവരായിരിക്കണം. ഹല്ലേലൂയ അന്യോന്യം കീഴ്പ്പെട്ട്, അതായത് മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ ഇന്നെല്ലാവരും എന്താ ഹല്ലേലൂയ, അതായത് പദവി നോക്കും, അവരുടെ ഹല്ലേലൂയ ഒരു കുടുംബ മഹിമയൊക്കെ നോക്കി നമ്മൾ എല്ലാവരും ഹല്ലേലൂയ മിക്കവരും അതുപോലെയാ. ഹല്ലേലൂയ
നമ്മോടൊപ്പമുള്ളവരോടെ നമ്മൾ കൂടുതലായിട്ട് സഹകരിക്കത്തുള്ളൂ. പക്ഷെ ഇവിടെ പറയാണ് ഹല്ലേലൂയ, മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ്. എഫെസ്യ ലേഖനം തന്നെ 6:21 പറയുന്നുണ്ട്, ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എന്റെ അവസ്ഥ നിങ്ങളും അറിയണ്ടേനെ. പ്രിയ സഹോദരനും കർത്താവിൽ വിശുദ്ധ ശുശ്രൂഷകനുമായ തികിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. ഹല്ലേലൂയ. നോക്കൂ, കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം എങ്ങനെയാ, ഞാൻ എങ്ങനെയാണ് ഹല്ലേലൂയ ഇത്രത്തോളം ആയതെന്നൊക്കെ ഹല്ലേലൂയ നമ്മളെ പറ്റി മറ്റുള്ളവർ പറയുവാൻ ഇടയായി തീരണം. പ്രിയ മക്കളെ, മറ്റുള്ളവർക്ക് കീഴ്പ്പെടുന്നവരായി, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരായി, മറ്റുള്ളവർക്ക് മാതൃകയായി തീരുന്നവരായി തീരണം. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നമ്മളെ ജ്ഞാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായി തീരണം. പ്രിയ മക്കളെ, ഹല്ലേലൂയ. നമ്മൾ എങ്ങനെയാണ്, നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ. രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ നോക്കുമ്പോൾ 2 രാജാക്കന്മാർ 4-ാം അധ്യായത്തിൽ നമുക്കറിയാം. ഹല്ലേലൂയ. ശൂനേംകാരത്തി ഹല്ലേലൂയ എങ്ങനെയായിരുന്നു അവൾ ഹല്ലേലൂയ ജ്ഞാനത്തോടെ കാര്യം കൈകാര്യം ചെയ്തത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൾ എങ്ങനെയായിരുന്നു ഹല്ലേലൂയ ആദ്യമേയൊക്കെ എന്താ ദൈവദാസൻ ഹല്ലേലൂയ അതുവഴിയൊക്കെ പോകുന്ന ഒരു ദൈവദാസനെ കണ്ടിട്ട് ഹല്ലേലൂയ തന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട് ഹല്ലേലൂയ ഇതൊരു ദൈവദാസനാ. ഹല്ലേലൂയ. ഈ ദൈവദാസന് ഹല്ലേലൂയ നമുക്ക് ഭവനത്തിൽ തന്നെ ഒരു പാർപ്പിട ഹല്ലേലൂയ ഒരു ഇരിപ്പിട ഹല്ലേലൂയ അദ്ദേഹത്തിന് കടന്നു വരുമ്പോൾ പാർക്കുവാൻ വേണ്ടുന്ന സംവിധാനങ്ങളെല്ലാം ഒരുക്കി കൊടുക്കണം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ ഒരു ദൈവദാസി ഹല്ലേലൂയ അത് മനസ്സിലാക്കണമെങ്കിൽ ദൈവിക ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ അത് കഴിയുകയുള്ളൂ. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളെ നമ്മൾ ഹല്ലേലൂയ ഇതിൽ കൂടുതൽ എന്താ സഹോദരിമാരാണല്ലോ. നമ്മൾ ഇതിനങ്ങളിൽ ജ്ഞാനത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരായിരിക്കണം. വിവേചനം ഹല്ലേലൂയ നമുക്ക് മനസ്സിലാക്കണം. എല്ലാവരെയും നമുക്ക് ഹല്ലേലൂയ ദൈവവചനം പറയുന്നു പറഞ്ഞ് എല്ലാവരെയും ഒന്നുപോലെ സ്നേഹിപ്പാനോ അവരെ ഒന്ന് ഹല്ലേലൂയ നമുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഏർപ്പെടുത്താനോ അല്ലെങ്കിൽ പ്രാർത്ഥനാ വിഷയം പറയാനോ ഒന്നും കഴിയത്തില്ല. അങ്ങനെയുള്ള ഒരു കാലത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. നോക്ക്, ഇവിടെ ഹല്ലേലൂയ ഈ ശൂനേംകാരിത്തി എന്താണ് ചെയ്തത്? ഹല്ലേലൂയ ആ ദൈവദാസന് വേണ്ടുന്നതായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ തന്റെ ഭർത്താവിനോട് പറയുകയും ഹല്ലേലൂയ ഭർത്താവ് കാര്യങ്ങൾ ഹല്ലേലൂയ അതുപോലെ ചെയ്ത് നമ്മുടെ ഭർത്താവ് ഹല്ലേലൂയ നമ്മളെ മനസ്സിലാക്കുന്നവരായിരിക്കണം. പ്രിയ മക്കളെ, ഇന്ന് ഹല്ലേലൂയ നമ്മൾ കേൾക്കുന്നതല്ലേ, ഒരു ഭർത്താവിനായാലും ഭാര്യയ്ക്കായാലും മക്കൾക്കായാലും തമ്മിൽ ഇന്ന് സംസാരമുണ്ടോ? ഹല്ലേലൂയ ഭവനങ്ങളിൽ ഹല്ലേലൂയ തക്ക സമയത്ത് ഹല്ലേലൂയ കാര്യങ്ങൾ ചെയ്തെടുക്കുവാൻ നമ്മുടെ കാര്യങ്ങൾ പറയുവാൻ കഴിയുന്നുണ്ടോ? നോക്കൂ, ഇവിടെ ഹല്ലേലൂയ ആ സ്ത്രീ എന്താണ് പറഞ്ഞത്? ആ ഭർത്താവിനോട് പറയാ അതൊരു ദൈവ പുരുഷനാ, അവന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണം. ആ കർത്താവിന്റെ ദാസനും ഹല്ലേലൂയ ഭർത്താവും അതുപോലെ ചെയ്യുവാൻ ഇടയായതിന്റെ ഫലമായിട്ട് എന്താ അവളുടെ ജീവിതത്തിലെ കുറവുകളെ ഹല്ലേലൂയ കണ്ടുപിടിച്ച് അത് നികത്തി കൊടുക്കുവാൻ ആ കർത്താവിന്റെ ദാസന് കഴിഞ്ഞു. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ജ്ഞാനത്തോടെ നമ്മൾ കൈകാര്യം ചെയ്യണം. അതിന്റെ 6-ാം അധ്യായം 4-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ. ഹല്ലേലൂയ അവരെന്താണ് ചെയ്തത്? ഹല്ലേലൂയ 2 രാജാക്കന്മാർ 4:23 പറയുന്നുണ്ട്, അതിനു അവൻ ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്നു എന്തിന്? ഇന്ന് അമാവാസിയല്ല ശബത്തുമല്ലല്ലോ എന്ന് പറഞ്ഞു. വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു. പ്രിയ മക്കളെ, ഞാൻ എളുപ്പം അങ്ങ് പറയുന്നേ ഉള്ളൂ. സമയങ്ങൾ ഹല്ലേലൂയ തീരാറായല്ലോ. അതുകൊണ്ട് നമുക്ക് ഇതിന്റെ എല്ലാ സാരാംശം അറിയാവുന്നതുകൊണ്ട് ഹല്ലേലൂയ ഒരു ജ്ഞാനി എന്താണ് അത് തിരിച്ചറിയും. ഒരു ദൈവ ഹല്ലേലൂയ പുരുഷനെ മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ട് അവൾ ഹല്ലേലൂയ തന്റെ മകൻ നഷ്ടപ്പെട്ടതിനെ ഹല്ലേലൂയ അവൾ ഹല്ലേലൂയ ദൈവ പുരുഷന്റെ ഹല്ലേലൂയ മുറിയിലാക്കിയിട്ട് അവൾ പോകുക. ഹല്ലേലൂയ പലപ്പോഴും നമുക്കും കർത്താപ്പച്ച ജ്ഞാനം തന്നപ്പോൾ അത് തിരിച്ചറിഞ്ഞ് അത് മനസ്സിലാക്കി വേണം നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ. ഈ ദിവസങ്ങളിൽ നമുക്ക് നല്ല ബുദ്ധിയും നല്ല പരിജ്ഞാനവും അപ്പൻ തന്നപ്പോൾ പ്രിയ മക്കളെ അതനുസരിച്ച് വേണം നമ്മുടെ പാത മുന്നോട്ട് പോകുവാൻ. ഹല്ലേലൂയ ഇന്ന് അമാവാസിയല്ല, ആ ഭർത്താവിന് അറിയാം ഹല്ലേലൂയ അമാവാസിയോ ശബത്തോ ഉള്ളപ്പോഴാണ് ഹല്ലേലൂയ പലരും ഹല്ലേലൂയ പലയിടത്തും പോയി പ്രാർത്ഥിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ പക്ഷേ ഒരു ദൈവ പൈതലിന് ഏതു നേരത്തും അപ്പന്റെ സന്നിധി ചെന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്നറിയാം. അതുകൊണ്ടാണ് അവൾ ഹല്ലേലൂയ ദൈവ പുരുഷന്റെ അടുക്കലേക്ക് ഓടിപ്പോകുന്നത്. ഹല്ലേലൂയ പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ വിഷയങ്ങൾ അപ്പന്റെ കരത്തിലേക്ക് വെക്കാം, അപ്പന്റെ സന്നിധിയിൽ വെക്കാം. ജ്ഞാനത്തോടെ നമ്മുടെ കാര്യങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാം. അപ്പനോട് പറയാം ഹല്ലേലൂയ. അപ്പൻ
അപ്പനാൽ അസാധ്യമായത് ഒന്നുമില്ല. ജ്ഞാനികൾക്ക് ഹല്ലേലൂയ അപ്പൻ നമുക്ക് അറിവ് തന്നിട്ടുണ്ട്, നമുക്ക് കൃപ തന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ അപ്പൻ വെച്ചിരിക്കുന്ന ഓട്ടത്തിൽ ഹല്ലേലൂയ ആ കണ്ണ് ഹല്ലേലൂയ അപ്പനിലേക്ക് തന്നെ നമ്മുടെ കണ്ണുകളായിരിക്കാം. നമുക്ക് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ, 25-ാം അധ്യായത്തിൽ ഹല്ലേലൂയ കന്യകമാർ ഹല്ലേലൂയ നോക്കൂ, ഹല്ലേലൂയ 10 കന്യകമാരോട് കടന്നു വന്നു. പക്ഷേ ബുദ്ധിയുള്ളവരെന്താ എണ്ണയും വിളക്കും അവർ കരുതി. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ അപ്പന്റെ വരവ് ഏത് നിമിഷമെന്ന് നമുക്കറിയുന്നില്ല. അതുകൊണ്ട് നമ്മൾ ഉണർന്നിരിക്കുന്നവരായി കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഹല്ലേലൂയ വിളക്കിൽ എണ്ണ തെളിയിച്ച് ഹല്ലേലൂയ ഏത് നേരത്തും അപ്പന്റെ വരവെങ്കിൽ പോകുവാൻ ഒരുക്കത്തോടെ ഇരിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ അല്ലെങ്കിൽ എന്താ, ഞാൻ നിന്നെ അറിയുന്നില്ല. പ്രിയ ദൈവമക്കളെ, അത് കേൾക്കുവാനല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഹല്ലേലൂയ എല്ലാ നേരത്തും എല്ലാ പ്രാർത്ഥനയ്ക്കും എല്ലാം പോകുന്നുണ്ട്, പക്ഷേ ഞാൻ നിന്നെ അറിയുന്നില്ല എന്ന് പറയുന്നത് കേൾക്കുവാനാണോ? ഒരിക്കലുമല്ല. നമ്മളെ അറിയുന്ന അപ്പന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നമുക്ക് മുന്നേറാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മെ അറിയുന്ന ഒരു പിതാവ് ഹല്ലേലൂയ മണവാളന്റെ വരവെങ്കിൽ ഹല്ലേലൂയ ഏതു നേരത്തും നമ്മളെ ഒരുക്കത്തോടെ ഇരിക്കുന്നവരായിരിക്കണം. കർത്താവിന്റെ ആ സന്നദ്ധ ഹല്ലേലൂയ അപ്പന്റെ ആ ഹല്ലേലൂയ ആ വാതിൽക്കൽ നിന്ന് മുട്ടുന്ന ഹല്ലേലൂയ ശബ്ദം കേട്ട് വാതിൽ തുറക്കുവാൻ നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കണം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ നമ്മുടെ സമയം കഴിഞ്ഞു പോയല്ലോ. ആകയാൽ ഹല്ലേലൂയ നമ്മൾ വായിച്ചത് ജ്ഞാനികളായിട്ട് ഹല്ലേലൂയ സൂക്ഷ്മത്തോടെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് ജ്ഞാനത്തോടെ കൈകാര്യം ചെയ്യാം. കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഈ സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലായിരിക്കുന്ന ഓരോ മക്കൾക്കും ഹല്ലേലൂയ ദൈവം തന്നിട്ടുള്ള ജ്ഞാനം കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താം. ഏത് തരത്തിലാണോ നമ്മെ എന്താണോ ഏൽപ്പിച്ചിരിക്കുന്നത് അത് വിശ്വസ്തയോടെ നമുക്ക് കൈകാര്യം ചെയ്യാം. ഹല്ലേലൂയ അതുകൊണ്ടാ പറഞ്ഞിരിക്കുന്നത് ഹല്ലേലൂയ ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ. ഹല്ലേലൂയ നമ്മൾ ഓരോരുത്തരെയും നടപ്പ് ജ്ഞാനത്തോടെ ആയിരിക്കട്ടെ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റിലായിരിക്കുന്ന ഓരോ മക്കളെ ദൈവം ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ എനിക്ക് അവസരം ഒരുക്കി തന്ന പ്രിയ സൂസൻ ആന്റിയോടുള്ള ഹല്ലേലൂയ നന്ദിയെ അറിയിക്കുന്നു. പെട്ടെന്ന് നമ്മുടെ 7 മണി ആയോണ്ട് ഞാൻ അങ്ങ് നിർത്തിയത്. അല്ലെങ്കിൽ ഹല്ലേലൂയ 1-2 കാര്യങ്ങളൂടെ പറയുവാനുണ്ടായിരുന്നുവെങ്കിലും ദൈവത്തിന്റെ കരത്തിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവ് എത്ര നല്ലവൻ. ഹല്ലേലൂയ ഇത്രത്തോളം ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരുന്നു. എല്ലാ ദിവസവും ഹല്ലേലൂയ 10 മിനിറ്റിന്റെ ഒരു ചെറിയ സന്ദേശം അയപ്പാൻ ദൈവം എനിക്ക് കൃപ തന്നു. അതിന് പ്രിയ സൂസൻ ആന്റി എനിക്ക് അനുവാദം തന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. സൂസൻ ആന്റിയ ദൈവം ഹല്ലേലൂയ എന്നെ ഇതിനു വേണ്ടി ഒരുക്കിയത്. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എല്ലാത്തിനും നന്ദി പറയുന്നു. പ്രാർത്ഥന വീണ്ടും ചോദിക്കുന്നു. എല്ലാവരും എന്നെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണേ പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയായിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും.